നന്ദൻ പോലീസ് കീഴടങ്ങാൻ പോകുന്നു എന്നുള്ളത് തീരുമാനിച്ചു അല്ലേ? അതെ അമ്മേ. അതോർത്ത് എന്റെ മോളിനി കരയരുത്. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. അങ്ങനെ കരുതി സമാധാനിക്കണം. എന്തൊക്കെ പറഞ്ഞാലും മോൾക്ക് വിഷമം ഉണ്ടാവും. അതമ്മയ്ക്ക് അറിയാം. എനിക്കെന്ത് വിഷമം അമ്മേ? അല്ല, അകന്നു തന്നെയാണ് കഴിയുന്നതെങ്കിലും ചില സത്യങ്ങൾ നന്ദൻ പറഞ്ഞല്ലോ. ഋഷിയുടെ കൊലപാതക കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇസബെല്ലയെ ആശ്രയിച്ചെന്നൊക്കെ. അതുകൊള്ളാലോ. ഒരു കൊലപാതകം ചെയ്തു പോയതുകൊണ്ട് ഭാര്യയ്ക്ക് നന്ദേട്ടൻ പരിശുദ്ധനാവോ? കഴിഞ്ഞതെല്ലാം അങ്ങനെ അങ്ങ് മറക്കണമെന്നാണോ അമ്മ പറയുന്നേ? അല്ല, താലി കെട്ടിയ ആളല്ലേ, അങ്ങനെ ഇങ്ങ് മറക്കാൻ പറ്റുമോ? തിരിച്ചു ഒന്ന് ആലോചിക്കമ്മേ. നന്ദേട്ടൻ താലി കെട്ടിയ പെണ്ണല്ലേ ഇത്? ഇങ്ങോട്ട് കാണിച്ചത് അതിന് എന്തിന്റെ പേരിലാണെങ്കിലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണോ? ദേ അമ്മേ, ചേച്ചി മനസ്സ് പാകപ്പെടുത്തി നിൽക്കുക. ഓരോന്ന് പറഞ്ഞ് അമ്മ ഇനി ചേച്ചിയെ ടെൻഷൻ ആക്കണ്ട. ഞാനിപ്പോ ഒന്നിലും അങ്ങനെ ടെൻഷൻ ആവാറില്ല ശാരി. എടുത്ത തീരുമാനങ്ങൾ എടുത്തത് തന്നെയാ. മോളൊന്ന് അങ്ങോട്ട് പോകണ്ടേ? ഞാൻ ചന്ദ്രത്ത് പോകുന്നുണ്ട്. നന്ദുവിനെ കാണുകയും ചെയ്യുന്നുണ്ട്. ഇനി എന്തായാലും അവനെ വേദനിപ്പിക്കരുത് മോളെ. എന്താ മേഡം, അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞിട്ട് ഒന്നും പറഞ്ഞില്ല? അന്ന് ഋഷി എന്നോട് പറഞ്ഞത് ഞാൻ ആരോടെങ്കിലും പറഞ്ഞു പോകുന്നുള്ള പേടിയാണോ? അല്ല സിപി, അന്ന് ഋഷി സിപിയോട് അങ്ങനെയൊക്കെ പെരുമാറിയതില് ഞാൻ ക്ഷമ ചോദിക്കുക. എന്താ മേഡം ഇത്? എന്റെ നെഞ്ചില് തീയാ സിപി. ഋഷി ഒന്നും അനുസരിക്കുന്നില്ല, പേടിയാവുക. എന്താ മേഡം? എല്ലാം കൈവിട്ടു പോകുന്ന പോലൊരു തോന്നല സിപി. ജഡ്ജി ഹരികൃഷ്ണൻ വന്നതും ഒക്കെ തുറന്നു പറഞ്ഞതും എല്ലാം എന്തിനായിരുന്നു എന്ന് മനസ്സിലാവുന്നില്ല. നന്ദനെ കോടതിയിൽ ഹാജരാക്കുന്നാ പറയുന്നേ. ജീവിതത്തിൽ എന്തോ സംഭവിക്കാൻ പോകുന്നൊരു തോന്നല്, ഒരു വെപ്രാളം, അല്ല അറ്റാക്കോ വരുമെന്നാ തോന്നുന്നേ. മാഡം അപ്സെറ്റ് ആവാതെ. എത്ര ധൈര്യത്തോടെ നിന്ന മാഡമാ, ഇങ്ങനെ തളർന്നു പോവാതെ. എന്നെ സംബന്ധിക്കുന്നതാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. പക്ഷെ ഇത് ഋഷിയായിരിക്കും കുഴപ്പത്തിലാവുന്നേ. പ്രഭാവതിയോടും കുടുംബത്തോടുള്ള പ്രതികാരമൊന്നും ഇപ്പൊ എന്നെ മനസ്സിലില്ല. സമാധാനമുള്ളൊരു ജീവിതം, അതേ ഉള്ളൂ ആഗ്രഹം. ഋഷിയോട് കാല് പിടിച്ച് പറഞ്ഞതാ എല്ലാം അവസാനിപ്പിച്ച് സ്വസ്ഥമായിട്ടിരിക്കാന്ന്. അവന് പക്ഷെ ഒന്നും മനസ്സിലാവുന്നില്ല സിപി. ചന്ദ്രോത്തിന്റെ നാശം കണ്ടേ അടങ്ങൂന്നുള്ള മട്ടിലവൻ. ഋഷിയെ എങ്ങോട്ടെങ്കിലും മാറ്റണോ മേഡം? എങ്ങോട്ടേക്ക് മാറ്റാന്ന സിപി പറയുന്നേ? ഞാനോ സിപിയോ പറഞ്ഞ അവനനുസരിക്കോ? അവനെ മാറ്റിയിട്ട് കാര്യമില്ല. അവന്റെ മനസ്സാ മാറേണ്ടത്. അതിന് പക്ഷെ അവൻ തനിയെ വിചാരിക്കണം. അവൻ വിചാരിക്കില്ല. ചന്ദ്രോത്തിന്റെ നാശം കാണാൻ ഒരുങ്ങി അവൻ നിൽക്കുന്നെ. ഋഷി അറിയാതെങ്കിലും ദേവികയെ കണ്ട എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞാലോ സിപി? ഋഷിയെ രക്ഷിക്കാൻ ഇനി അതൊരു മാർഗമുള്ളൂ. ദേവിക MLA അല്ലേ, പിന്നെ നന്ദന്റെ ഭാര്യയും. ഇങ്ങനൊരു കാര്യം ഋഷിയും കൂട്ടുകാരും ചെയ്തു എന്നറിഞ്ഞാൽ ദേവികയ്ക്കത് മനസ്സിലാവും. പക്ഷേ പിന്നെ ഋഷിയുടെ രീതികളൊക്കെ എങ്ങനെയാവും? അത് ഓർക്കുമ്പോഴെനിക്ക് സഹിക്കാൻ പറ്റാത്തത്.
വേണ്ട മേഡം. ഋഷിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ വെച്ച് അവൻ കടുങ്കൈ വല്ലതും ചെയ്യും. ഇത് എവിടം വരെ പോകും നോക്കാം. എന്നാ ശരി, CP ചെന്നോ. എനിക്കൊട്ടും സമാധാനം കിട്ടാത്തോണ്ടാ CP ഞാൻ വിളിപ്പിച്ചത്. മാഡം ടെൻഷൻ ആവാതെ, എല്ലാം ശരിയാവും. വീട്ടിലിങ്ങനെ അടുത്തിരുന്ന് സംസാരിക്കുന്ന നമ്മുടെ അവസാനത്തെ ദിവസമായിരിക്കുമെന്ന്. നാളെ എന്നെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കും. അവിടുന്ന് കോടതിയിലേക്ക്, പിന്നെ റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക്, അത് കഴിഞ്ഞ് വിചാരണ, ഒടുവില് ജീവപര്യന്തോ തൂക്കുകയറോ. ഇടയ്ക്ക് തമ്മിൽ കാണാൻ സാധിച്ചാൽ തന്നെ അത് അഴിക്കപ്പുറം ഇപ്പുറം നിന്നിട്ടായിരിക്കും. ജീവിതത്തിന് ഇതുപോലൊരു ദിവസം നമുക്കിനി ഉണ്ടായെന്ന് വരില്ല. ഒരുപാട് ഇഷ്ടമുള്ള ഒരാള് അവസാനമായി സംസാരിക്കുമ്പോൾ കള്ളം പറയില്ല. ഞാൻ 100% സത്യസന്ധമായാണ് ഇപ്പൊ ദേവിയോട് സംസാരിക്കുന്നത്. ജീവിതത്തിലെ കുറേ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ഞാൻ. പക്ഷെ ദേവി, ഞാൻ ഒരിക്കലും നിന്നെ വഞ്ചിച്ചിട്ടില്ല. പലപ്പോഴും നിന്നോട് ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എന്നെ വിശ്വാസത്തിലെടുക്കാൻ ദേവിക്ക് പല തടസ്സങ്ങളും ഉണ്ടായിരുന്നു. എന്റെ രീതികൾ അങ്ങനായിരുന്നു. കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് പറയുമല്ലോ, എന്റെ ജീവിതത്തിലും സംഭവിച്ച അതാണ്. ഒരു കാര്യം നേരെയാക്കാൻ വേണ്ടി ചെയ്യുന്നത് കൂടുതൽ കുഴപ്പത്തിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചത്. ഋഷിയുടെ കാര്യമായാലും നിന്റെ അച്ഛനെ തല്ലിയതായാലും ഇസബെല്ലെ സംബന്ധിച്ച കാര്യങ്ങളായാലും ഒക്കെ തക്ക സമയത്ത് നിന്നോടെല്ലാം തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു. പക്ഷെ സംഭവിച്ചതൊക്കെ തുറന്നു പറയാതിരുന്നത് അത് നിന്നെ എനിക്ക് നഷ്ടപ്പെടുമെന്ന് പേടിച്ചിട്ടായിരുന്നു. ഇപ്പൊ പേടിച്ചത് സംഭവിച്ചു. നീ എന്നെ വിട്ടുപോയി. ഋഷിയുടെ കാര്യങ്ങൾ അറിഞ്ഞതിന്റെ ഒരു സഹതാപത്തിലാ നീ വീണ്ടും ഇവിടേക്ക് വരുന്നതെന്നും കാര്യങ്ങളിൽ ഇടപെടുന്നതെന്നും എനിക്കറിയാം. എന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചകൾക്ക് നീ പൂർണ്ണമായിട്ട് മാപ്പ് തന്നിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു പെണ്ണിനും അങ്ങനെ ക്ഷമിക്കാൻ സാധിക്കില്ല. ബാക്കി എന്തോ ഒരു സഹിക്കും. പക്ഷേ ഭർത്താവിനെ മറ്റൊരു പെണ്ണിനൊപ്പം സംശയിക്കുന്ന സാഹചര്യത്തിൽ കണ്ടാൽ അവിടെ തീരും ബന്ധങ്ങൾ. നീ ആ അവസ്ഥയിലെത്തി നിൽക്കുകയാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. മനസ്സിൽ തട്ടിയായിരിക്കില്ല, കടമകൾ ചെയ്യാൻ വേണ്ടി മാത്രമായി യാന്ത്രികമായിട്ടായിരിക്കും ഇപ്പൊ എന്നോടൊപ്പം നീ നിൽക്കുന്നത്. നീ ഇപ്പൊ കാണിക്കുന്ന അടുപ്പവും തരുന്ന ആത്മവിശ്വാസവും ഒക്കെ ആ രീതിയിലായിരിക്കും. അത്രയെങ്കിലും നീ ചെയ്യുന്നത് കൊണ്ടാ ഞാനിപ്പോ ജീവിച്ചിരിക്കുന്ന തന്നെ. ദേവി,
സ്റ്റേഷനിൽ ഹാജരാക്കി കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ സംഭവിക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ പിന്നെ നിന്റെ ജീവിതം എങ്ങനെയാണെന്ന് അറിയാൻ വയ്യ. എന്നെ ഓർത്ത് നീ വിഷമിക്കില്ലേ? കാരണം ഈ നന്ദുവായിരുന്നല്ലോ നിന്റെ ജീവൻ. പക്ഷെ ദേവി, തളർന്നു പോകരുത്, നിരാശപ്പെടുകയായിരുത്. ജീവിതം നിനക്ക് മുന്നിലുണ്ട്. നീ നാളെ മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒക്കെ ആകേണ്ടവളാ. ജനലക്ഷങ്ങളുടെ നേതാവാകേണ്ടവളാ. നമ്മുടെ ചരിത്രത്തിൽ തന്നെ ഒരു സ്ഥാനം ഉണ്ടാവേണ്ടവളാ. ദേവി, ഒരു കൊലപാതകയായി ജയിലിൽ കിടക്കുന്ന എന്നെ ഓർത്ത് ദുഃഖിച്ച് നിന്റെ വലിയ ഭാവി ഉലച്ചു കളയരുത്. എന്റെ വഴിക്ക് വിട്ടേക്ക്. നീ നിന്റെ ജീവിതം ജീവിക്കണം. ചെറിയ പ്രായം നിനക്ക്. നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവണം. ഡിവോഴ്സ് നോട്ടീസ് ഞാൻ ഒപ്പിട്ട് തന്നേക്കാം. നീ ഇപ്പൊ നിന്റെ വീട്ടിലേക്ക് പോവാ. അത് കഴിഞ്ഞ പിന്നെ ദേവി, ഇത്രയും ഞാൻ സംസാരിച്ചിട്ടും നിനക്കൊരു വാക്കുപോലും എന്നോട് പറയാനില്ലേ? ഒന്നും പറയണ്ട. ഉത്തരവില്ലാത്ത ചോദ്യങ്ങളല്ലേ ഞാനും വരുത്തി വെച്ചത്. ഞാൻ നിനക്ക് പാര ദേവി. ഏതോ ഒരു പരിചയക്കാരൻ, അത്രയെങ്കിലും ദേവിയുടെ മനസ്സിൽ ഒരു വെറുക്കപ്പെട്ട ആളുടെ രൂപമാണ് എന്റേത്. നന്ദു, നന്ദു എന്റെ ഫ്രണ്ടാ. കളങ്കമില്ലാതെ ഞാൻ പ്രണയിച്ച എന്റെ കൂട്ടുകാരൻ. മരിക്കോളം എന്റെ മനസ്സിൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയ ആ പഴയ നന്ദു ഉണ്ടാവും. ആ നന്ദുവിനെ മറക്കാൻ എനിക്ക് പറ്റില്ല. വലിയ തെറ്റ് ചെയ്തവർക്കും ശിക്ഷയ്ക്ക് മുമ്പ് ചില അവസാന ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാറുണ്ട്. ഞാൻ നിന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ? വിഷമിക്കണ്ട, ഞാൻ കൂടെയുണ്ട്. അല്ല, ഞങ്ങളെല്ലാരും കൂടെയുണ്ട്. ഞാൻ ഇറങ്ങട്ടെ.
പറഞ്ഞിട്ട് നാളെ പോയ പോരെ മോളെ? നാളെ അവനെ സ്റ്റേഷനിലേക്കും കോടതിയിലേക്കും ഒക്കെ കൊണ്ടുപോവല്ലേ? അവനിവിടെ നിറങ്ങുന്നത് കാണുമ്പോ ഞാൻ നെഞ്ചു പൊട്ടി വീട് പോവും. നീ കൂടെ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്കതൊരു താങ്ങാവും. ഞാനിവിടെ ഇല്ലാതിരിക്കുന്നത് അമ്മ നല്ലത്. എന്നെ കണ്ട നന്ദു തളർന്നു വീഴും. മോളെ, ഇപ്പൊ നന്ദു മാനസികമായിട്ട് കാര്യങ്ങളോട് പൊരുത്തപ്പെട്ടിരിക്കുക. അതങ്ങനെ തന്നെ പോട്ടെ, ഞാൻ പോയേക്കാം. പോ, എല്ലാരും പോ. ആരും വേണ്ട, എല്ലാം ഞാൻ ഒറ്റയ്ക്ക് സഹിച്ചോളാം. ഹരിയേട്ടനും നിങ്ങളും ഒക്കെ കൂടി ചേർന്ന് അവനെ രക്ഷിക്കുന്നൊരു തോന്നലുണ്ടാക്കിയിട്ട് ഇപ്പൊ അവനെ ചതിക്കല്ലേ? പോലീസ് കൊടുക്കാനായിരുന്നെങ്കിൽ എനിക്കും അവനും ഒക്കെ ഒരു ആശ തന്നെ. എന്തിനാ? അവൻ അവന്റെ ശുദ്ധത കൊണ്ടാ കുറ്റങ്ങളൊക്കെ ഏറ്റത്. സംഭവിച്ചതൊക്കെ ഒരു അബദ്ധമായിരുന്നു എന്ന് പറയുകയും ചെയ്തു. അറിയാതെ പറ്റുന്ന തെറ്റിന് അതിന് എത്ര വലിയ തെറ്റായാലും മാപ്പ് കൊടുക്കല്ലേ വേണ്ടത്? നിങ്ങൾ അവനെ രക്ഷിക്കാൻ നോക്കല്ലേ വേണ്ടത്? നീതി ന്യായവും ഒക്കെ സ്കെയിൽ വെച്ച് അളന്നു നോക്കി എന്റെ മകനെ ഒരു ഇരയാക്കിയിട്ട് നിങ്ങൾ നാട്ടുകാരുടെ കൈയടി വാങ്ങാൻ നിൽക്കല്ലേ? അവൻ ഉള്ളത് തുറന്നു പറഞ്ഞതുകൊണ്ടല്ലേ നിങ്ങൾക്ക് വലിയ ഹരിചന്ദ്രന്മാരാവാൻ പറ്റിയത്. ചിലപ്പോ അവൻ നിങ്ങളോട് ക്ഷമിക്കുമായിരിക്കും, പക്ഷെ എന്റെ മനസ്സിൽ നിങ്ങൾക്ക് മാപ്പില്ല. അവനോട് നിനക്കുണ്ടായിരുന്ന പക തീർക്കാൻ കൃത്യമായ ഒരു അവസരം കിട്ടി. ആ അവസരം മുതലാക്കി നീ പകരം വീട്ടുകല്ലേ? ഞങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നു എന്നൊരു തോന്നലുണ്ടാക്കിയിട്ട് അവനോട് നീ ബുദ്ധിപരമായി പ്രതികാരം ചെയ്യുക. കോടതിയിലും നീ അവന് വലിയ ശിക്ഷ വാങ്ങിക്കൊടുക്കും അല്ലേ? ഇസബെല്ലയോട് അവൻ അടുക്കാൻ കാരണം എന്താണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞതല്ലേ? ചെയ്ത കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവള് കൂടെ നിന്ന ഒരു ഫ്രണ്ട് ആയിരുന്നു. അതിനപ്പുറം ഒന്നുമില്ല. നീ അല്ലാതെ നന്ദന് ഈ ജീവിതത്തിൽ മറ്റൊരു പെണ്ണുമില്ല. ഇസബെല്ല ഇനി ഈ വീട്ടിൽ വരാൻ പാടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞ് ഇറക്കി വിടുകയും ചെയ്തു. എല്ലാം അറിഞ്ഞിട്ടും നീ നന്ദന് മാപ്പ് കൊടുക്കുന്നില്ല. പകയാ നിനക്ക് എന്റെ മോനോട്. എന്താമ്മേ, പറഞ്ഞു കഴിഞ്ഞോ? ഇല്ല, പറഞ്ഞാലും തീരില്ല. അമ്മ ഈ പറഞ്ഞതൊന്നും പൂർണ്ണ മനസ്സോടെ അല്ലാന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ എന്നോടൊപ്പം നിൽക്കാൻ അമ്മയ്ക്ക് പറ്റുമോ? ഇല്ലെങ്കിൽ പറ, ഞാനല്ലായിരുന്നു ഈ സ്ഥാനത്തെങ്കിൽ ഇപ്പൊ ഇതുപോലെ ഇവിടെ വന്ന് നിൽക്കുവോ? അമ്മയുടെ ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി എന്തായിരിക്കും? സ്വന്തം മകനെ രക്ഷിക്കാനും ന്യായീകരിക്കാനും ഈ പാവം പിടിച്ച പെണ്ണിനെ വെറുതെ ആക്ഷേപിക്കരുത്.